ഗൈസ് വീഡിയോയിലെ പുതിയ ചാനലല്ല. ഹലോ ഗൈസ്, വീഡിയോയിലെ സ്വാഗതം. ഇന്നത്തെ നമ്മളെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ജാതിക്കയാണ്. ജാതിക്ക എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ജാതിക്ക മാത്രമല്ല, ചക്കയുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, മിറാക്കിൾ ഫ്രൂട്ടുണ്ട്, റംബൂട്ടാനുണ്ട്, ചാമ്പയ്ക്കുണ്ട്. അപ്പം നമുക്ക് ഓടിപ്പോയി എല്ലാവരെയും കാണിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചക്ക. ഇതിന്റെ പേര് ചക്കയൊന്നുമല്ല, പിന്നെ ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട്. മിയാന മലയാളത്തിൽ നമ്മൾ ചക്കയെന്നും പറയും കേട്ടോ. വേറെ എന്നാ കാണിക്കാൻ പോകുന്നത്? അത് വെട്ടിക്കളഞ്ഞോ? വളഞ്ഞോ? വളർന്നു. റംബൂട്ടാൻ വരും. ഇത് ഏത് കളർ റംബൂട്ടാനാ? റെഡ് കളർ റംബൂട്ടാൻ. ഓറഞ്ചാവും. പഴുത്തില്ലേ ഓറഞ്ചാവും. നീ എങ്ങോട്ട് പോവോ? പതുക്കെ പോണേ. ഇതെന്താ മിയാന? അയ്യോ, ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ട് നല്ലതായിരുന്നോ? അത് ഡ്രാഗൺ ഫ്രൂട്ട് എന്നാ കാണിക്കാം നമുക്ക്. മിയാനയ്ക്ക് ഏത് വീഡിയോ ചെയ്യുമ്പോഴും എളുപ്പം തീർക്കണം. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനാണ് ഈ എളുപ്പം ഓടിപ്പോകുന്നത്. ഇവർ കൂടുതലും യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് സ്റ്റാർട്ടിങ് വീഡിയോ എൻഡിങ് വീഡിയോ പറയുന്നത് ഇവർ ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതവർക്ക് എളുപ്പമെന്ന് പറയാനും വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം അതവർ മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അത് പറയാനാണ് കൂടുതൽ അവർക്ക് ഇഷ്ടം. ഇനി വേറെ എന്താ കാണിക്കുന്നത്? ഇനി നമുക്ക് വേറൊരു സാധനം കാണിക്കാം. ഇത് നമ്മുടെ ജാതിമരം. ഇതാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കാ തന്ന ജാതിമരം. കാരണം നമ്മൾ ഈ സമയത്ത് ഒരുപാട് ജാതി തൈകൾ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇതേലാണ് ആദ്യമായിട്ട് നമുക്ക് ജാതിക്ക ഉണ്ടായത്. പക്ഷേ ബാക്കിയുള്ള ജാതിമരമൊക്കെ നോക്കുമ്പോൾ നല്ല തഴച്ചു വളർന്ന് അതിനകത്ത് ഇലകളെല്ലാം നല്ല തിക്കായിട്ട് നിൽക്കുന്ന ജാതിമരം. പക്ഷേ ഇതേ കണ്ടു, ഇതേലെ ഇലകളും വളരെ കുറവാണ്. പക്ഷേ ഇതേലാണ് ആദ്യമായിട്ട് ജാതിക്ക ഉണ്ടായത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള മരങ്ങളിൽ എന്താണ് കാ വരാത്തതിൻ്റെ കാര്യം അറിയത്തില്ല. ഇപ്പം കാണിച്ച ജാതിമരമായിട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ഇതേലായിരിക്കും ജാതിക്ക കൂടുതലുണ്ടാകുന്നതെന്നാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ലുക്കിൽ കാര്യമില്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതേലാണ് കൂടുതൽ ഇലകളും കൂടുതൽ ശിഖരങ്ങളും കൂടുതൽ തഴച്ചിത് വളർന്നു നിൽക്കുന്നത് ഇതാണ്. പക്ഷെങ്കിൽ അതേലാണ് മറ്റേത് ഞാൻ മുമ്പേ കാണിച്ചതേലാണ് കാ പിടിച്ചത്. അതിൻ്റെ കാരണം അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാരണങ്ങൾ അറിയാമെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഇനി നമുക്ക് ചാമ്പയ്ക്ക മരം കാണിക്കാം. ഓടുക. ചാമ്പമരം. ഇതാണ് ഗ്രീൻ ചാമ്പങ്ങ കേട്ടോ. പക്ഷെങ്കിൽ ഇത് റെഡ് ആകും കേട്ടോ. ഇത് കളറ് കാണിക്കാൻ അതെ ഇവിടെയുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല വലിപ്പം വെക്കുന്ന ഒരു നമ്മുടെ റെഡ് ബെൽ ചാമ്പയാണ്. ഇതിപ്പം വെയിലായതുകൊണ്ടായിരിക്കും റെഡ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ചിലതൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. പുഴു പിടിക്കുന്നുണ്ട് ചിലതൊക്കെ. ഗായ്സ് ഒരു മിനിറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വൈറ്റ് ചാമ്പയുണ്ട് ഇവിടെ. പക്ഷേ വൈറ്റ് ചാമ്പയേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയത് റെഡ് ചാമ്പയാണ്. ഇതിന് ബെൽ ചാമ്പയെന്നൊക്കെ പറയും. ഇതേതിൽ ഇത്തവണ ഒരുപാട് കായ്ച്ചായിരുന്നു. പക്ഷേ ചിലതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി. ചിലതിൽ പുഴുവൊക്കെ ഉണ്ട്. ഇത് നല്ലപോലെ വലിപ്പം വെക്കും ചാമ്പ. ഇതെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഇച്ചിരി പുളിപ്പുണ്ട് ഈ ചാമ്പയ്ക്ക്. മറ്റേ റെഡ് ചാമ്പയ്ക്ക് അത്രയും പുളിയില്ല, മധുരമാവുള്ളേ. പിന്നെ ഇതിനകത്ത് കുരുവില്ല അകത്ത്. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു. ഇനി നമുക്ക് എവിടെയാ പോണ്ടേ? എവിടെയാ?
അവിടെ നിൽക്ക്. ആ ഇതാണ് ഞങ്ങളുടെ പുളി ഉണങ്ങാൻ വെച്ചിരുന്നതാണ്. പക്ഷേ ഇത് നമുക്കിവിടെ ചെറിയ ചെറിയ പണികൾ നടക്കുന്നുണ്ടോണ്ട് പൊടിയെല്ലാം കയറി അങ്ങ് അത് പോയി. അതുകൊണ്ട് ഇത് നമ്മൾ ഇനിയും ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ വേറൊരു സാധനം കൂടെ കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോ നിർത്താമേ. വേറൊരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നാലും വേറൊരു സാധനം കാണിക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഗായ്സ്, മിറാക്കിൾ ഫ്രൂട്ട് മോനെ ഇതൊന്ന് കാണിക്കട്ടെ അമ്മ. അതെ ഇത് പഴുത്തില്ല. ഈ ഫ്രൂട്ട് കഴിച്ചാൽ ഇപ്പം നമ്മൾ കാണിച്ച പുളി കഴിക്കുമ്പം നല്ല മധുരമായിരിക്കും. അതൊരു ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ മോനെ? അതെ. അഞ്ഞ് സാധനം പിന്നെ കാണിക്കാം. ഇനി ഇതൊക്കെ എന്നാ ഈ തൂക്കിയിട്ടേക്കുന്നത്? ബെല്ല്. ഫിഷും ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഇത് നമ്മുടെ ഫിഞ്ചസിനെ വളർത്തിയ കൂടാണ്. അതിനെ പരുന്ത് കൊണ്ടുപോയി. പുള്ളാണ് കൊണ്ടുപോയി. ആരോ പിടിച്ചോണ്ടില്ല, പുള്ള എടുത്തോണ്ട് പോയി. അങ്ങനെ ചത്തുപോയി. ഇതിനകത്തിരുന്ന ഒരു ഇതാണ്. ഏതേലും ഒരു കിളി വരുവാണെങ്കിൽ കൂട് വെച്ചോട്ടെന്ന് കരുതി. പക്ഷേ ഇതിനകത്തൊക്കെ ഈ ഇല്ലിയുടെ കൂട്ടത്തിനകത്തൊക്കെ ചെറിയ ചെറിയ കുരുവികളൊക്കെ വന്ന് കൂടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാൻ വല്ലതും ഉണ്ടോ എന്നുള്ളത്. ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. നേരത്തെ നമുക്ക് കുഞ്ഞു കുരുവികളൊക്കെ വരുമായിരുന്നു. ഈ വീഡിയോയില് വെയിലൊക്കെ വന്നു. അതുകൊണ്ട് ഞങ്ങൾ നിർത്താൻ പോവാണ്. അപ്പൊ ഇത്രേ വീഡിയോയുള്ളൂ. ഷെയർ ചെയ്യണം, തൊട്ടപ്പത്തെ